കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ വീണ്ടും SFI അതിക്രമം. പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരെ പൂട്ടിയിട്ടിരിക്കുന്നു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU പ്രവർത്തകർ നൽകിയ നോമിനേഷൻ തള്ളണമെന്നാണ് ആവശ്യം. പോലീസ് സ്ഥലത്തുണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യുന്നില്ലെന്നും ഇടപെടുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, എന്താണ് നിലവിലെ സാഹചര്യം? ദിസ്ന, കേൾക്കാമെങ്കിൽ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലാണ് വീണ്ടും ഇത്തരത്തിൽ SFIയുടെ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരെയാണ് ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്നത്, ഉപരോധിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU പ്രവർത്തകർ നൽകിയ നോമിനേഷൻ തള്ളണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ SFI നേതൃത്വം, അതായത് SFI സംഘടനയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭം നടത്തുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാൾ അടക്കമുള്ള അധ്യാപകരെ ഉപരോധിക്കുന്നത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പോലീസ് സ്ഥലത്തുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കുന്നില്ല എന്നാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. കൊയിലാണ്ടി ഗുരുദേവനുമായി ബന്ധപ്പെട്ട ഈ SFIയുടെ നേതൃത്വത്തിൽ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ചില അധാർമികമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രിൻസിപ്പാളെ ഉൾപ്പെടെ ഉപരോധിക്കുന്ന സംഭവവും കഴിഞ്ഞ കാലങ്ങളിലുണ്ട്. അവരൊക്കെ തുടർച്ചയായി ജനാധിപത്യ രീതിയിലാണ് ഈ ഗുരുദേവ കോളേജിൽ SFI എന്ന സംഘടന പ്രവർത്തിക്കുന്നത് എന്നൊരു ആരോപണം തന്നെയാണ് നിലവിൽ ഉയർന്നു വരുന്നത്. കൃഷ്ണ, അത്തരത്തിൽ വളരെയധികം ഒരു സംഘർഷാവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങുമ്പോൾ പോലീസ് പോലും കൃത്യമായി ഇടപെടുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ഗുരുതരമായ ഒരു കാര്യമാണ്. ഇത്രത്തോളം അതിക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു, തൊട്ടു പിന്നാലെ അധ്യാപകർ ഉൾപ്പെടെ പ്രിൻസിപ്പാൾ അടക്കം ഉൾപ്പെടെ ആളുകളെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ, വളരെയധികം ഗുരുതരമായ ഒരു വിഷയം നടന്നിട്ട് പോലും എന്തുകൊണ്ട് പോലീസ് ഇടപെടുന്നില്ല എന്നൊരു ചോദ്യം കൂടി ഒരു വശത്ത് ഉയരുകയാണ്. തീർച്ചയായും വിശ്വ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇത്രയും സമയമായി ഈ പ്രിൻസിപ്പാളിനെ ഉൾപ്പെടെയുള്ള ആളുകളെ അവരുടെ മുറിയിൽ ഉപരോധിച്ചിരിക്കുകയാണെന്നാണ് പ്രിൻസിപ്പാളുമായി നമുക്ക് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു സംഘർഷം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് കലാലയങ്ങളിലൊക്കെ ഇത്തരത്തിലൊരു സംഘർഷം നടക്കുമ്പോൾ പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവും. അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പോലീസിന് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതാണ്. പക്ഷേ കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടും, അതായത് പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് ആ കോളേജിന്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഉപരോധിച്ചിട്ട് പോലും ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പളായ ഡോക്ടർ സുനിൽ ഭാസ്കരൻ ചേർന്നുണ്ട്. ശ്രീ സുനിൽ ഭാസ്കരൻ, ഇത്തരത്തിൽ വളരെയധികം സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു, താങ്കളെ ഉൾപ്പെടെയുള്ള അധ്യാപകരെ ഉൾപ്പെടെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ. എന്നിരുന്നാൽ കൂടിയും പോലീസുകാർ ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ വളരെയധികം ഗുരുതരമായൊരു കാര്യം തന്നെയല്ലേ? ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ജൂലൈ മാസം 1-ാം തീയതി ഉണ്ടായ ചില അക്രമ സംഭവങ്ങളെ തുടർന്ന് ഞാനും കോളേജിലെ ജീവനക്കാരും മുഴുവൻ ആളുകളും പോലീസ് സംരക്ഷണത്തിലാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിനെ പോലും പാലിക്കാതെയാണ് ഞങ്ങളെ ഇന്ന് പിടിച്ചു പൂട്ടിയിട്ടിരിക്കുന്നത്. ഞാൻ ഇന്നിവിടെ തെരഞ്ഞെടുപ്പ് സ്കൂട്ടനി ഉണ്ടെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോളേജിന് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൊയിലാണ്ടി പോലീസിന് കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരിവിടെ വന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കോളേജിലെ ഓഫീസിൽ പുറത്തു നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് ഇവിടെ മുദ്രാവാക്യം വിളിക്കുകയും ഇവിടെ കുത്തിയിരിക്കുകയും ഞങ്ങൾ ഇടുകയും അതിനെ തുടർന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന കുറച്ചാളുകൾ ഇപ്പോൾ വന്നിട്ട് ഭീഷണിപ്പെടുത്തിട്ട് പോയിരിക്കുകയാണ്. ഇതിനു മുമ്പുണ്ടായ സംഭവത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുള്ള ഈ സംഭവത്തിൽ എന്തായാലും ഞാൻ ഇടപെടുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുകയാണെന്നാണ് ഇവരുടെ ഭാഷ്യം. യെസ്, വളരെയധികം നന്ദി ഡോക്ടർ സുനിൽ ഭാസ്കരൻ പ്രതികരിച്ചതിന്. ഇത് തന്നെ വളരെയധികം ഗുരുതരമായൊരു വിഷയം തന്നെയാണ് ഉണ്ടാകുന്നത്. കോളേജ് പ്രിൻസിപ്പൽ അടക്കം അധ്യാപകർ ഉൾപ്പെടെ പൂട്ടിയിട്ടുകൊണ്ടാണ് SFI അതിക്രമം കാണിക്കുന്നത്. നിലവിൽ ദിസ്ന സുരേഷാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.